എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ഇന്റർനാഷണൽ സിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 40 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് നിലവിൽ തുർക്കിഷ് കമ്പനിയായിട്ടുള്ള മാഡോ കമ്പനിയിലൂടെ ദുബായിൽ ജോലി നേടാൻ ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിരവധി ജോലി ഒഴിവുകളുണ്ട്. എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവേണ്ട. ഒരു തുർക്കിഷ് ഇന്റർനാഷണൽ കമ്പനിയാണ് മാഡോ കമ്പനി. ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോവാം. അക്കൗണ്ടന്റ്, വെയിറ്റർ, വെയിട്രസ്, സ്റ്റോർ കീപ്പർ, ക്യാഷ്യർ, ക്ലീനർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ക്ലീനർ, ക്യാഷ്യർ, വെയിറ്റർ, വെയിട്രസ്, സ്റ്റോർ കീപ്പർ, അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് മാഡോ കമ്പനിയിലേക്ക് ദുബായിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. അതാത് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ള മിനിമം 2 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള യുവതി യുവാക്കളെയാണ്, 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവതി യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഏജൻസി ഫീയോ മറ്റു സർവീസ് ചാർജ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ഫ്രീ വിസയാണ്. ഫ്രീ എയർ ടിക്കറ്റ് ഉൾപ്പെടെ, അക്കോമഡേഷൻ ഉൾപ്പെടെ നിരവധി ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാ വേക്കൻസികളിലേക്കും മികച്ച സാലറിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ കമ്പനിയിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ഒരു സാലറി ആയിരിക്കില്ല നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ഏറ്റവും മികച്ച സാലറിയാണ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു കമ്പനിയിലേക്ക് എങ്ങനെ ജോലി നേടാം എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കമ്പനിയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ ഏതെങ്കിലും വേക്കൻസിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യോഗ്യനാണെങ്കിൽ മാത്രം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ജോലികളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേര്, ഇമെയിൽ, നാഷണാലിറ്റി, അതേപോലെ ഫോൺ നമ്പർ, ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഫോമാണ്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിന് താഴെയായിട്ട് ഈ ഒരു ഫോം, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നിങ്ങളൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ ID ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഫോമിൽ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിന്റെ കോഡ് നമ്പർ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഫോൺ നമ്പർ ഫില്ല് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. മറ്റു രീതിയിലുള്ള CVs അപ്ലോഡ് ചെയ്യരുത്. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ എന്റെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ATS CV നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒട്ടും സമയം കളയാതെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചോളൂ.